വെറും ഒരാഴ്ച കൊണ്ട് തന്നെ സിനിമ വാഷ് ഔട്ടായി. അതായത് വിജയ് സിനിമ ഗോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ വിജയുടെ സ്റ്റാർഡം കൊണ്ട് സിനിമ മോശമായാൽ പോലും, നെഗറ്റീവ് റിപ്പോർട്ട് വന്നാൽ പോലും വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്ന് ഫാൻസും അതുപോലെ സിനിമാ പ്രവർത്തകരും പറയുന്നതാണ്. ശരിയാണ്, വേൾഡ് വൈഡ് 300 കോടിക്ക് മുകളിലൊക്കെ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. വിജയുടെ പ്രതിഫലം 200 കോടിയാണെന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതല്ല നോക്കുന്നത്. ഈ ഒരു കളക്ഷന്റെ കാര്യമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. സിനിമ റിലീസായത് 5-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശ്ചികമായിട്ട് സിനിമ ബുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് പല തിയേറ്ററിലും സിനിമ അവൈലബിൾ അല്ല. ഇപ്പൊ ബാലുശ്ശേരിയിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ ഏറവും കൊണ്ടലും മാത്രമാണ് കളിക്കുന്നത്, ഗോട്ട് കളിക്കുന്നില്ല. ഇനി ഇതാ മുക്കത്തേക്ക് വരികയാണെങ്കിൽ മുക്കത്തൊക്കെ 2 സ്ക്രീനിലായിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ സിനിമ വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് സിനിമ പോലും ഇവിടെ കുറെ കളിച്ചതാണ്. അതായത് മിക്സഡ് റിപ്പോർട്ട് വന്ന സിനിമയാണ്, അതുപോലും ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഗോട്ട് സിനിമ കാണാൻ ആളില്ല. വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ബുക്ക് മൈ ഷോയിൽ കോഴിക്കോട് സെലക്ട് ചെയ്ത് ഗോട്ട് സെലക്ട് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ 2 ഷോ ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് കോഴിക്കോട് സിറ്റിയിൽ വെറും 2 ഷോ മാത്രമാണ് ഒരാഴ്ചക്ക് ശേഷം ഗോട്ട് കളിക്കുന്നത്. ഇനി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഗോട്ടിന്റെ ബുക്കിംഗ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കുറഞ്ഞ ഷോ മാത്രമാണ് കൊച്ചിയിൽ കളിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ഷോ മാത്രം. സാധാരണ കൊച്ചിയിലൊക്കെ എത്ര ഷോ ഓപ്പൺ ചെയ്തതാണ്. ഇതിപ്പോ 14-ാം തീയതിക്ക് നോക്കുകയാണെങ്കിലും അധികം ഷോ ഇല്ല. വിരലിൽ എണ്ണാവുന്ന ഷോ മാത്രമാണുള്ളത്. അത്രക്കും വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ചെന്നൈ, അതായത് തമിഴ്നാട്ടിലാണല്ലോ ഏറ്റവും കളക്ഷൻ, അവിടെ പോലും വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഒന്നല്ല. ഒരുപാട് സ്ക്രീൻ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. ഒരു വിജയ് സിനിമ ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഇത് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കുക, സ്റ്റാർഡം സിനിമയ്ക്ക് നല്ലൊരു പുഷ് കൊടുക്കുന്നുണ്ട്, നല്ല കളക്ഷനും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന അത്ര ഉണ്ടോന്ന് ഡൗട്ടാണ്. ഏതായാലും ഇത് കണ്ട സമയത്ത് എനിക്കൊരു കൺഫ്യൂസ് ഉണ്ടായി, അത് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.